ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നതേ നമ്മൾ പയ്യന്നൂരിനടുത്ത് പുറച്ചേരി എന്ന ഗ്രാമത്തിൽ വളരെ പ്രശസ്തമായിട്ടൊരു ആയുർവേദിക് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. കേശവതീരം എന്നാണ് പേര്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. വെതിരമന വിഷ്ണുവേട്ടൻ്റെ ആഗ്രഹത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമായാണ് ഈ ആയുർവേദ ഗ്രാമം ഉണ്ടായത്. ഈ പൂർണ്ണകായ കഥകളി ശില്പം നിർമ്മിച്ചത് സിമൻ്റ് കൊണ്ടാണ്. ശില്പി പെരളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ജീവനക്കാരനായ നാരായണൻ നമ്പൂതിരിയാണ്. രോഗികളുടെയും കൂടെ നിൽക്കുന്നവരുടെയും മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നൽകുന്ന ഒട്ടനവധി ഘടകങ്ങൾ ഇവിടെയുണ്ട്. കേശവതീരം വെറും ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രം മാത്രമല്ല, ഒരു ആയുർവേദ ഗ്രാമം കൂടിയാണ്. കാലത്ത് ശില്പിയും ചിത്രകലാ അധ്യാപകനുമായ ദാമോദരൻ വെള്ളോറ നിർമ്മിച്ചതാണ് ഈ അഗസ്ത്യ ഗുഹ. ചികിത്സയ്ക്കായി കേശവതീരത്തു എത്തുന്നവരുടെ മാനസിക സംഘർഷം ലഘൂകരിക്കാനും ഏകാന്ത ധ്യാനത്തിനും ഉതകുന്നതാണ് ഈ ഗുഹ. ഈ ഗുഹയ്ക്കുള്ളിൽ നമുക്ക് നിരവധി ചിത്രങ്ങളും സിമൻറ്റിൽ ചെയ്ത ശില്പങ്ങളും ഉൾഭാഗത്ത് കാണാൻ കഴിയുന്നതാണ്. കുട്ടികൾക്കായി ഒരു പാർക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിലെ പ്രധാന ആകർഷണമാണ് ഈ കുട്ടിക്കൊമ്പൻ. വിദേശികളും സ്വദേശികളും ഒരുപോലെ ഈ സ്ഥാപനത്തിൽ വരാറുണ്ട്. സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യവും നോക്കി നടത്താൻ വിഷ്ണുവേട്ടൻ്റെ കൂടെ ലത ചേച്ചി നിഴലായി തന്നെയുണ്ട്. ചികിത്സയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് മക്കളായ ഡോക്ടർ കേശവനും ഡോക്ടർ അശ്വതിയും ഡോക്ടർ കേശവൻ്റെ ഭാര്യയായ ഡോക്ടർ തുളസിയുമാണ്. ഒരു 4 കെട്ട് ശൈലിയിലാണ് ഈ ഹോസ്പിറ്റൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചികിത്സയ്ക്കായി വരുന്ന രോഗികൾക്കും അവരുടെ കൂടെയുള്ള ആളുകൾക്കും ഭക്ഷണത്തിനായി പുറത്തു പോകേണ്ട ആവശ്യം വരുന്നില്ല. വിശാലമായ ക്യാൻറ്റീൻ സൗകര്യം ഇവിടെ ലഭ്യമാണ്. ആതുര സേവന രംഗത്തെ മികച്ച സേവനത്തെ തുടർന്ന് നിരവധി പുരസ്കാരങ്ങൾ വിഷ്ണുവേട്ടനെ തേടിയെത്തിയിട്ടുണ്ട്. രോഗികളുടെ സൗകര്യത്തെ മാനിച്ച് റൂമുകൾ കൂടാതെ കോട്ടേജുകളും ഇവിടെ ലഭ്യമാണ്. പെരുമ്പ നദിയുടെ തീരത്താണ് ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ ഈ യാത്ര കണ്ടൽക്കാടുകളെക്കുറിച്ച് പഠിക്കുവാനും സാധിച്ചു. വളരെ നാൾ മുന്നേയുള്ളൊരു മോഹമായിരുന്നു കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെയുള്ള യാത്ര.
മറ്റുള്ള ചെടികളെ പോലെയല്ല കണ്ടൽ ചെടികൾക്ക് അവരുടെ വേരുകൾ മുകളിലേക്ക് വരുന്ന ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഈ ബീൻസ് പോലെ കാണുന്ന അതില്ലേ, അതാണ് കണ്ടൽ ചെടിയുടെ വിത്തുകൾ. അത് നേരെ നമ്മളെ ചളിയിലേക്ക് വീണിട്ട് അതാണ് പുതിയ തൈയായിട്ട് മാറുന്നത്. കണ്ടൽ കാടുകളുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ആമ്പലിൻ്റെ ഒരു നീണ്ട തിര തന്നെ കാണാനിടയായത്. ഇന്ന് ഏകദേശം 10 മണിയാകുമ്പോൾ ഇവിടെ എത്തിയതാണ്. ഇപ്പോൾ ഏകദേശം 4 മണിയായി. ഇത്ര സമയം ഇതിനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടും ഒരു പൊടി ക്ഷീണമില്ല. അത്രയും മനോഹരമായ സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെയായിരുന്നു. അപ്പം ഇനി മറ്റൊരു വിശേഷവുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു. ബൈ.